മിസ്സിസ് നന്ദിനി സൂര്യ, CEO. ആന്റി, ഇതിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവന്റെ പണിയാ. അതിനൊരു സംശയവും വേണ്ട. ആനന്ദിനെ വിളിക്ക്, ചെല്ല്. ഹലോ ആരതി, താനിത് എവിടെയാ? ഞാൻ പറഞ്ഞിരുന്നില്ലേ കടയിലേക്ക് പോരോന്ന്. എന്തുറ്റി ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? താൻ എപ്പോഴാ വീട്ടിലേക്ക് തിരിച്ചു വരുന്നേ? ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താൻ ചാവി വെക്കാറുള്ളത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. വിവേക് വരുന്നുണ്ടോ? ആ ആരതി, ഓഫീസിലെന്താ ജോലിയൊന്നുമില്ലേ? ഓഫീസിൽ ഇനി ജോലിയില്ല. അതെന്താ? പത്മ മേഡനെ പിരിച്ചുവിട്ടു. എന്തിന്? കാരണം സൂര്യയുടെ കൂടെ നിന്നത് തന്നെയാ. പക്ഷേ അതവർക്ക് പറയാൻ പറ്റില്ലല്ലോ. പകരം ആ മോഷണ കുറ്റം തന്നെ പറഞ്ഞു. ഓഫീസിൽ നിന്ന് പണം എടുത്തതിന് ഇപ്പോഴും അവരുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. അത് അവര് കരുതിക്കൂട്ടി ചെയ്തതല്ലേ? അതുകൊണ്ട് അവർക്ക് നേടേണ്ട കാര്യം നേടുകയും ചെയ്തല്ലോ. വിവേക് ചോദിച്ചില്ലേ? ആരോടാ ചോദിക്കേണ്ടത്? അവരുടെ കമ്പനി, അവര് ദാനം തന്ന പോലത്തെ ജോലി. പിന്നെ ആരോട് എന്ത് ചോദിക്കാനാ? വിവേക് ഏട്ടനെ വിളിച്ച് പറയാറുന്നില്ലേ? വേണ്ട ആരതി, ഇതിനു മുൻപ് 1-2 തവണ പത്മമ്മയുടെ ഇതുപോലെ എന്നോട് ചെയ്തിട്ടുണ്ട്. അന്ന് സൂര്യ പകരം വീട്ടും പോലെ എന്നെ കമ്പനിയിൽ തിരിച്ചു കയറ്റി. ഇനി അത് ശരിയാവില്ല. അവരുടെ കുടുംബത്തില് മറ്റൊരു സംഘർഷത്തിന് കാരണമുണ്ടോ? പോട്ടെ ആരതി, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. എന്താ വിവേകി പറയുന്നേ? ഇതുപോലൊരിടം വേറെ എവിടെ കിട്ടാനാ? ഏട്ടന്റെ അടുത്തുള്ള സെക്യൂരിറ്റി വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉണ്ടാവോ? ഒക്കെ ശരിയാ, പക്ഷേ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനോ നീയോ എന്തെങ്കിലും കാര്യത്തിന് ബലം പിടിക്കുമ്പോ അത് അവസാനം നന്ദിനിയുടെ തലയിലാ ചെന്ന് വീഴുന്നത്. വേണ്ട ആരതി, പത്മ മേഡത്തിന് ഇഷ്ടം പോലെ നടക്കട്ടെ. എങ്കിൽ വിവേക് വീട്ടിലേക്ക് വാ, ഞാനിപ്പോ തന്നെ എത്താം. ശരി. ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഈ കമ്പനിയോടും ഇവിടെയുള്ള ആളുകളോടും ഒക്കെ. ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കളയാൻ അവർക്ക് എളുപ്പാ. പക്ഷെ വിവേക് വിഷമിക്കാതെ. വിഷമം ഉണ്ടാവും. ഇതെനിക്ക് വെറും ജോലി സ്ഥലമല്ല, ഒരർത്ഥത്തില് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഓക്കെ, ഞാൻ വരാം. എന്താ മാഡം? വാട്ട് ഈസ് ദിസ്? അതെന്താന്ന്? എന്റെ മേശപ്പുറത്ത് ഈ ബോർഡ് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? ഇതാരാ ചെയ്തേ?